ക്രൂശിതനായ മിശിഹായുടെ സ്നേഹഭാജനങ്ങളെ, നോയമ്പുകാലം ഏതാണ്ട് തീർന്നു. കർത്താവിൻ്റെ പെസഹാ രഹസ്യങ്ങളുടെ ആഘോഷപൂർവമായ ഓർമ്മയാചരണ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യേശുവിൻ്റെ പീഡാസഹനം, കുരിശുമരണ, ഉത്ഥാനം അനുസ്മരിക്കുന്ന പാസ്കൽ ത്രിതുവും 3 ദിനങ്ങളിലായി ആചരിക്കുന്ന ക്രിസ്തു സംഭവങ്ങളെ ധ്യാന വിഷയമാക്കിക്കൊണ്ട് കൃതജ്ഞതയോടെ, ആരാധനയോടെ, പരിപൂർണ സമർപ്പണത്തോടെ ക്രൂശിതൻ്റെ പാദാന്തികത്തിങ്കൽ നമ്മളേവരും അണിചേരുകയാണ്. ഈ 3 ദിവസങ്ങളിലായി ദൈവത്തിൻ്റെ ഒളിമങ്ങാത്ത, പറ്റാത്ത ആ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നു. പെസഹാ വ്യാഴാഴ്ച സായാഹ്നത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്ന ഈ ക്രിസ്തു സംഭവങ്ങൾ അന്ത്യത്താഴത്തിൽ അവിടുന്ന് സ്ഥാപിച്ച ദിവ്യകാരുണ്യം എന്ന കൂദാശയെ അനുസ്മരിക്കുകയും അവിടുത്തെ പാദക്ഷാളനത്തിലൂടെ അപ്പസ്തോലന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനുള്ള വിളിയാണ് പൗരോഹിത്യം, ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം എന്നത് അനുസ്മരിപ്പിച്ചുകൊണ്ടും തുടർന്ന് സ്നേഹത്തിൻ്റെ വലിയ പ്രമാണം നൽകിക്കൊണ്ട്, പരസ്പരം സ്നേഹിക്കുവാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് പൗരോഹിത്യം എന്ന കൂദാശ സ്ഥാപിക്കുന്നതും ഒക്കെ പെസഹാ വ്യാഴാഴ്ച നമ്മൾ അനുസ്മരിക്കുന്നു. അവിടുത്തെ അറസ്റ്റും ജയിലിൽ അടയ്ക്കുന്നതുമൊക്കെ തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ്. അവിടുത്തെ പീഡാസഹന കുരിശുമരണങ്ങളിലേക്ക് ഇത് നയിക്കുന്നു. ഈശോയുടെ മരണത്തെ അനുസ്മരിക്കുന്ന വെള്ളിയാഴ്ച ദിവസം അവിടുന്ന് സഹിച്ച പാടുപീടകളെ നമ്മൾ ധ്യാനാത്മകമായി പ്രാർത്ഥനാപൂർവം ദീർഘസമയമെടുത്ത് തിരുവചനങ്ങൾ ശ്രവിച്ച് പരിഹാര പ്രദക്ഷിണം നടത്തി കുരിശിൽ തലചായ്ച്ചു മരിച്ച യേശുതമ്പുരാനെ സ്നേഹപൂർവ്വം ചുംബിച്ച് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് നമ്മളും മിശിഹായ്ക്ക് പരിപൂർണ സമർപ്പണം നടത്തി ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക്, സന്തോഷപരമായ, സമാധാനപൂർണമായ, സ്വാതന്ത്ര്യത്തിൻ്റെ, വിടുതലിൻ്റെ വലിയ അനുഭവങ്ങളിലേക്ക്, മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതമുണ്ടെന്നുള്ളത്, അതൊരിക്കലും നിലയ്ക്കാത്ത ഒരു ജീവിതമാണെന്നുള്ളത്, അത് സ്വർഗത്തിലാണെന്നുള്ളത് അനുസ്മരിപ്പിക്കുന്ന ആ ക്രിസ്തു സംഭവത്തിൻ്റെ വലിയ അനുസ്മരണമായ ഉത്ഥാന തിരുനാളിലേക്ക് നമ്മളെത്തുന്നു. ഈ ദിവസങ്ങളുടെ അനുഗ്രഹവും നന്മയും എല്ലാ മനുഷ്യർക്കും, വിശ്വസിക്കുന്ന ഏവനും സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ. ഈശോയെ ദൈവമായി കണ്ട് എനിക്ക് വേണ്ടി മരിച്ചുയർത്തവൻ എന്നുള്ള വിശ്വാസ അനുഭവ അബോധ്യത്തിലേക്ക് എത്തുന്ന ഏവനും ഉത്ഥിതനായ യേശു നൽകുന്ന ശാലോം, പാക്സ്, പീസ്, പാസ്, സമാധാനം അത് ഉണ്ടാകും. ഇതിന് സംശയമില്ല. ഈ നിരന്തരമായ, നിലയ്ക്കാത്ത ഈ സമാധാന അനുഭവത്തിലേക്ക് എത്താൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് അതിഭീകരമായ അസമാധാനത്തിൻ്റെ, മരണത്തിൻ്റെ, വേദനകളുടെ ഒരു ലോകമുണ്ട്. യുദ്ധം നടക്കുന്ന ലോകം. അവിടെയും സമാധാനത്തിൻ്റെ അനുഗ്രഹവും പുലരിയും ഉണ്ടാകാനായിട്ടും ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ സഹിക്കുന്നവരോടുകൂടെ, നഷ്ടപ്പെടുന്നവരോടുകൂടെ യേശുവുണ്ടെന്നുള്ളത് എപ്പോഴും ഓർക്കാം. ഈ വലിയ ദിവസങ്ങളുടെ ആഘോഷപൂർവമായ അനുസ്മരണവും ആചരണവും കോട്ടപ്പടി സെയിൻറ്റ് ലാസർ ചർച്ചിൻ്റെ യുവത്തുടമ്പുകൾ, SL മീഡിയ പ്രവർത്തകർ ഇത് ലൈവായി ഈ ദിവസങ്ങൾ മുഴുവൻ വിശ്വാസികളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ലോകമെങ്ങുമുള്ളവർക്ക് അനുഭവിക്കാനും പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനും അവസരം ലഭിക്കുമാറ് ഈ ദിവസങ്ങളിലെ തിരുക്രമങ്ങൾ ആദ്യന്തം ലൈവായി പ്രക്ഷേപണം ചെയ്യുന്നതാണെന്ന് സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അതിൽ പങ്കെടുക്കുന്നവർക്കും അത് വീക്ഷിക്കുന്നവർക്കും പ്രാർത്ഥനാപൂർവം ആത്മന സമർപ്പിക്കുന്ന അവർക്കും ഈ പാസ്കൽ ത്രിതുവും പെസഹ രഹസ്യങ്ങളുടെ അനുഗ്രഹം സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.